തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പുതിയ ദിവസത്തില് കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തിലുള്ളവരെയും നിങ്ങളുടെ ഉദ്യമങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. യേശു നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. യേശുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്ത്യാനികൾ ആ രക്ഷ എല്ലാവർക്കും പകർന്നു നൽകാനായി തങ്ങളാലാവും വിധം ആ അറിവ് എല്ലാവർക്കും ലഭിക്കുവാനായി സുവിശേഷം പ്രസംഗിക്കണം. മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയണം. കാരണം യേശു മാത്രമാണ് ഏക രക്ഷകൻ. പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല യേശുക്രിസ്തു. പല രക്ഷകന്മാരിൽ ഒരു രക്ഷകനുമല്ല യേശുക്രിസ്തു. കാരണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12 ഇപ്രകാരം പറയുന്നു: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിനെ അറിഞ്ഞ ക്രിസ്ത്യാനി ഈ സത്യം എല്ലാവരോടും പറഞ്ഞില്ലെങ്കിൽ, ഈ സത്യം പ്രസംഗിച്ചില്ലെങ്കിൽ എങ്ങനെ ലോകം യേശുവിനെ അറിയും? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? ഇന്ന് കേരള സഭയില് അനേക സുവിശേഷ പ്രഘോഷകരുണ്ട്. വൈദികരും സമർപ്പിതരുമായി ആത്മായ ശുശ്രൂഷകരായി അനേകര് സുവിശേഷം പ്രഘോഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് മനസ്സിലാക്കി വളരെ ത്യാഗത്തോടുകൂടെ, കർത്താവിനോടുള്ള വലിയ സ്നേഹത്തോടുകൂടെ സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കേരള സഭയിൽ നിന്നും ലോകം മുഴുവനും അനേക രാജ്യങ്ങളില് തീക്ഷ്ണതയുള്ള മിഷണറിമാർ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു. അതിനാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളില് അനേകർ യേശുവിനെ അറിഞ്ഞു. അനേക ഹൈന്ദവരും മുസ്ലിം സഹോദരങ്ങളും യേശുവിനെ അറിഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ അല്പവിശ്വാസികളായി കഴിഞ്ഞിരുന്ന, നാമമാത്ര വിശ്വാസികളും നാമമാത്ര ക്രിസ്ത്യാനികളുമായി കഴിഞ്ഞിരുന്ന അനേകർ യേശുവിനെ അറിഞ്ഞ് വലിയ തീക്ഷ്ണതയുള്ളവരായിട്ടും പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ടും വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിട്ടും മാറി. അങ്ങനെ അനേക ശുശ്രൂഷാ ഭവനങ്ങളും ധ്യാന കേന്ദ്രങ്ങളും കേരള സഭയിൽ രൂപപ്പെട്ടു. എന്നാൽ ഇന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് തങ്ങളുടെ കടമയാണെന്നുള്ളൊരു ബോധ്യം ഇന്നത്തെ ക്രിസ്ത്യാനിക്ക്, വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് സുവിശേഷ പ്രഘോഷണം എന്റെ കടമയാണെന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു ബോധ്യം ഇന്ന് പകർന്നു കിട്ടുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കൊച്ചുനാളില് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത്, UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ചാച്ചൻ ചിലപ്പോൾ പറയും: മോനെ, കടയില് മാസിക വന്നിട്ടുണ്ടാവും, നീ സ്കൂൾ വിട്ടു വരുമ്പോൾ അതെടുത്തോണ്ട് വരണം. ഈശോയുടെ വചനം പ്രഘോഷിക്കുവാനായിട്ട് ചാച്ചൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ദൈവവചനം അടങ്ങുന്ന ഒരു ക്രൈസ്തവ മാസിക. അത് കുറെ എണ്ണം വരുത്തി അയൽവക്കങ്ങളിലും പരിചയക്കാർക്കും അത് വിതരണം ചെയ്യുമായിരുന്നു. ചാച്ചൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. പകലന്തിയോളം കഷ്ടപ്പെട്ട് മണ്ണിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ചാച്ചൻ. ആ അധ്വാനത്തിന്റെയും തിരക്കിന്റെ ഇടയിലും സുവിശേഷം പ്രസംഗിക്കേണ്ടത് തന്റെ കടമയാണ് എന്ന ബോധ്യത്തോടുകൂടെ ചാച്ചൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടു വളർന്ന ഞാൻ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ചാച്ചൻ കുഞ്ഞിലെ എനിക്ക് നൽകിയ മാതൃകയാണ്. ചാച്ചൻ ഈ പണിത്തിരക്കിനിടയിലും ഈ ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും മാമോദീസായിലൂടെ ക്രിസ്തുവിന്റെ സഭയിൽ അംഗമായി തീരുന്നതോടെ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കാൻ കടപ്പെട്ടവരാണ് എന്ന ബോധ്യം അതിലൂടെ എനിക്കുണ്ടായി. ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, സുവിശേഷം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമല്ല, അത് ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിച്ച് കാണിക്കണം. അതാണ്
സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം. ജീവിതമില്ലാത്ത പ്രഘോഷണത്തിന് അർത്ഥമില്ല. പക്ഷേ പ്രഘോഷണമില്ലാതെ ജീവിച്ചാൽ മാത്രം എല്ലാവരും യേശുവിനെ അറിയുകയില്ല. ഞാനിങ്ങനെ നന്മ ചെയ്യുന്നത്, നന്നായി ജീവിക്കുന്നത്, അതിന് പ്രേരകമായ കാര്യം എന്താണ്, അതിന് പിന്നിലെ സത്യം എന്താണ്? അത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് എന്നെ ഇപ്രകാരം ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളത് പറയാൻ സാധിക്കുന്നിടങ്ങളിലെല്ലാം പറയുവാനും പ്രഘോഷിക്കുവാനുമുള്ള കടമ ക്രിസ്ത്യാനിക്കുണ്ട്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചത്: എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, നന്നായി ജീവിച്ചതുകൊണ്ട് മാത്രം, നന്മ ചെയ്തതുകൊണ്ട് മാത്രം സുവിശേഷ പ്രഘോഷണമാവുകയില്ല. കാരണം ആ നന്മയുടെ പ്രശസ്തിയും ബഹുമതിയൊക്കെ അവന് തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്, ദൈവത്തിന് മഹത്വം നൽകുകയാണ്. എന്റെ ഈ പ്രവൃത്തികൾക്ക് പിന്നില് എന്റെ ദൈവമാണ്, സത്യദൈവം യേശുവാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുകയാണ് അതുവഴി ചെയ്യുക. അങ്ങനെ യേശുവിനെ അറിയാത്ത വിജാതീയരും നാമമാത്ര വിശ്വാസികളായ ക്രിസ്ത്യാനികളും യഥാർത്ഥത്തിൽ യേശു എന്നും ജീവിക്കുന്ന ദൈവമാണെന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ സുവിശേഷ പ്രഘോഷണം ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ, ഈ കഴിഞ്ഞ നാളുകളില് 90കളില് അനേക സുവിശേഷ പ്രഘോഷകർ കേരള സഭയിൽ രൂപം കൊണ്ടു. കരിസ്മാറ്റിക് നവീകരണവും ധ്യാന ശുശ്രൂഷകളും എല്ലാം വഴി ജീസസ് യൂത്ത് ക്രിസ്ത്യൻ ശുശ്രൂഷകളിലേക്ക് അനേക യുവജനങ്ങൾ, കുട്ടികൾ ആകർഷിക്കപ്പെട്ടു. അതിന്റെ ഫലമായി ധാരാളം യുവജന ധ്യാനങ്ങളും യുവജന പ്രാർത്ഥനാ കൂട്ടായ്മകളും ക്രിസ്ത്യൻ ധ്യാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് യുവജനങ്ങൾ സുവിശേഷ പ്രഘോഷണ രംഗത്ത് നിന്ന് പിൻവാങ്ങുകയാണ്. അല്ലെങ്കിൽ പ്രഘോഷിക്കാൻ പോകാൻ യുവജനങ്ങൾക്ക് നേരമില്ല. കാരണം നമ്മുടെ കുടുംബങ്ങളില് മക്കളുടെ എണ്ണം കുറഞ്ഞു. ഉള്ളവരെല്ലാം പഠിക്കാനായിട്ട് വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലേക്കും തിരക്കിട്ട് പോവുകയാണ്. അവർക്ക് അതിനിടയിൽ വീട്ടിൽ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ടും നാട്ടിൽ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ടും സുവിശേഷ പ്രഘോഷണം എന്ന തങ്ങളുടെ കടമ നിർവഹിക്കാനായിട്ട് പലപ്പോഴും പറ്റുന്നില്ല. ഇനി വിദേശ രാജ്യങ്ങളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ പഠിക്കാൻ പോകുന്ന 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ച് പഠനത്തിനായി മറ്റു സ്ഥലങ്ങളിലേക്ക് വീട് വിട്ടു പോകുന്നവർക്ക് ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടവനാണ്, ജീവിത മാതൃകയിലൂടെയും വചനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടവനാണെന്നൊരു ബോധ്യമില്ലാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് യഥാർത്ഥത്തിൽ പുതിയ തലമുറ, ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന തലമുറയ്ക്ക് യേശുവിനെ വേണ്ട രീതി കിട്ടുന്നില്ല. എന്നാൽ അവർക്കിന്ന് പൈശാചികമായത്, ഈ ലോകത്തിൻ്റെത്, ജഡികമായിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെ കിട്ടുന്നുണ്ട്. അത് പലരും പ്രഘോഷിക്കുന്നുണ്ട്. പൈശാചികമായ വാർത്തകള്, പൈശാചികമായിട്ടുള്ള തിന്മകള്, അതെല്ലാം ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് അത് പ്രസംഗിക്കേണ്ട കാര്യമല്ല എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ കടന്നു വന്നതോടുകൂടെ ഇന്ന് ക്രിസ്ത്യൻ ധ്യാനം നടത്തുന്നവര്, യുവജന ധ്യാനം നടത്തുന്നവരുടെയൊക്കെ എണ്ണം കുറഞ്ഞു. ആത്മായ ശുശ്രൂഷ രംഗത്ത് ശുശ്രൂഷകർ വളരെയധികം കുറഞ്ഞു പോയിരിക്കുകയാണ്. അതിന്റെ ഫലമായി നല്ല നല്ല കുട്ടികളുടെ ശുശ്രൂഷകൾ, കുട്ടികളുടെ ധ്യാനങ്ങൾ അവരെ ആന്തരികമായ സൗഖ്യത്തിലേക്കും വിശുദ്ധിയിലേക്കും സുവിശേഷ പ്രഘോഷണത്തിലേക്കും നന്മയിലുള്ള വിശുദ്ധിയിലുള്ള ജീവിതത്തിലേക്കൊക്കെ നയിക്കുന്ന നല്ല ശുശ്രൂഷ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ഇവിടെയും കുട്ടികൾക്കായിട്ട് കുറച്ച് ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരിൽ പലരും വ്യക്തിത്വ വികസനവും കലാകായികമായിട്ടുള്ള കഴിവുകളും മാനസിക വളർച്ചയും മാത്രം കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടെ സ്റ്റാൻഡേർഡ് ടീമുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പലരും അവരെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നേരിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുന്ന രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ നമ്മളിൽ ആവശ്യമാണ്. അത് പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നും യേശുവിനെ അനുഭവിച്ച് അത് പങ്കുവയ്ക്കുന്ന ഏറ്റവും ലളിതമായ സുവിശേഷ പ്രഘോഷണം, അതാണ് ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുക. മാതാപിതാക്കൾ സുവിശേഷ പ്രഘോഷണത്തിന്റെ മാതൃക സുവിശേഷം പ്രസംഗിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട്, സുവിശേഷം മൈക്കിലൂടെ പ്രസംഗിക്കുന്ന മാത്രമല്ലല്ലോ പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ രീതിയിൽ യേശുവിനെ പകർന്നു നൽകാനായിട്ട് നമുക്ക് മാധ്യമങ്ങളുണ്ട്, നമുക്ക് പല സാഹചര്യങ്ങളുണ്ട്. അതിലൂടെയെല്ലാം യേശുവിനെ പകർന്നു നൽകുന്നത് കുട്ടികൾ കണ്ടു വളരാത്തതിനാൽ, അല്ലെങ്കിൽ അത്തരം പ്രഘോഷണങ്ങൾ കുഞ്ഞുങ്ങൾ കേൾക്കാത്തതിനാൽ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കേണ്ട സമാശ്വാസവും സ്നേഹവും സാന്ത്വനവും സൗഖ്യവും
ഇന്നത്തെ മക്കൾക്ക് ലഭിക്കുന്നില്ല. അവർ മുറിവേറ്റ് വളർന്നു വരികയാണ്. ആ മുറിവുകളെ മറയ്ക്കാനായിട്ട് ഈ ലോകത്തിന്റെ ലഹരി മരുന്നുകളും ഈ ലോകത്തിന്റെ സുഖങ്ങളും ഈ ലോകത്തിന്റെ കാഴ്ചകളും ഈ ലോകത്തിന്റെ തിരക്കുകളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ അവരുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ വളരുന്നില്ല. യേശുവിനെ ലഭിക്കാത്തവന് ഒരിക്കലും യഥാർത്ഥ വ്യക്തിത്വം ലഭിക്കുകയില്ല. എത്ര വലിയ വ്യക്തിത്വ വികസന പ്രോഗ്രാമിൽ പങ്കെടുത്താലും, ഏതെല്ലാം മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്താലും എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിനേറ്റ മുറിവുണങ്ങുകയില്ല. അതിന് മുറിവേറ്റവനായ യേശുവിനെ കുഞ്ഞിന് ലഭിക്കണം. ആ യേശുവിന്റെ ഹൃദയത്തിൽ നിന്നല്ലാതെ ഒരു വ്യക്തിക്കും സൗഖ്യം ലഭിക്കുകയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രഘോഷണത്തിന് തയ്യാറാകാതെ ഇരിക്കുമ്പോൾ ഈ സമൂഹത്തോട്, വളർന്നു വരുന്ന തലമുറയോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. കാരണം ശരീരത്തിൽ ഒരു മുറിവേറ്റാൽ എല്ലാവരും സഹതപിക്കും, മരുന്ന് വയ്ക്കും, ശുശ്രൂഷിക്കും. ഒരു കുഞ്ഞ് കാലുതെറ്റി വീഴുന്ന കണ്ടാൽ പലരും ഓടി വരും, അവനെ വാരിയെടുത്ത് ശുശ്രൂഷിക്കും. അതിനൊക്കെ നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ മനസ്സ് മുറിവേറ്റ്, ആത്മാവിൽ പാപക്കറകൾ നിറഞ്ഞ് വിങ്ങുന്ന ഹൃദയവും മുറിവേറ്റ മനസ്സും വികലമായ സ്വഭാവവുമായി കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിലേക്കും മനസ്സിലേക്കും നോക്കി അവരെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അത് സുവിശേഷത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. സുവിശേഷ പ്രഘോഷണത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന് നമ്മൾ സുവിശേഷം വഹിക്കുന്നവരായി മാറണം, സുവിശേഷ പ്രഘോഷകരായി മാറണം. സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരും പകർന്നു നൽകുന്നവരുമായിട്ട് നമ്മൾ മാറുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അത് സൗഖ്യത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കാരണമായി തീരും. ഇന്ന് നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടരുന്നുണ്ടെങ്കിൽ, ഇന്നത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, പൈശാചിക ആരാധനകളും മയക്കുമരുന്ന് ലഹരി വസ്തുക്കളും എല്ലാം കൂടി വരുന്നുണ്ടെങ്കിൽ, അതിനെല്ലാം യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ പ്രഘോഷിക്കപ്പെടാത്തതുകൊണ്ടും യേശുവിനെ അനുഭവിക്കാനായിട്ട് പുതുതലമുറയ്ക്ക് വേണ്ട രീതിയിൽ സാധിക്കാത്തതുകൊണ്ടുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മശോധന ചെയ്യണം. സത്യത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്റെ കടമ, സുവിശേഷ പ്രഘോഷണം എന്ന കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? നമ്മുടെ പൂർവികരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മരണം വഴി വേർപെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവര്, അവർ യഥാർത്ഥത്തിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ളവര് അവര് വഴി യേശുവിനെ അറിയേണ്ടവര് അറിഞ്ഞിട്ടില്ല. അത് വലിയൊരു വീഴ്ചയാണ്, ഉപേക്ഷയാലുള്ള പാപമാണ്. കർത്താവിന്റെ കൽപ്പനയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. അത് ചെയ്യാതെ സാധാരണ ഒരു മനുഷ്യനെ പോലെ, വിജാതീയനെ പോലെ കുറെ നന്മകളൊക്കെ ചെയ്ത് നല്ല മനുഷ്യൻ എന്ന പേര് മാത്രം കേൾപ്പിച്ച് കടന്നുപോയിട്ടുണ്ടെങ്കിൽ ആ ജീവിതം അപൂർണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം വഴി പോയവരെ നമുക്ക് ഓർക്കാം. അവരുടെ അറിവില്ലായ്മ കൊണ്ടും ബോധ്യക്കുറവ് കൊണ്ടുമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ച, യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കാതെ വന്ന അവസ്ഥകള് നമുക്ക് ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്യണം. നമ്മളാലാവും വിധം ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കാനും, ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന വേദികളെ, സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരെ വേണ്ട രീതിയിൽ സഹായിക്കാനും ഒക്കെ നമ്മൾ സന്മനസ് കാണിക്കുമ്പോൾ, അത് ആ പ്രവൃത്തി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കടങ്ങൾ ഇളച്ചു കൊടുക്കപ്പെടുകയും അവർ നിത്യശാന്തിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും എന്ന് നമുക്ക് ഓർക്കാം. ഈ കാലഘട്ടങ്ങളിൽ ഓൺലൈൻ മീഡിയകളിലൂടെയും ധ്യാന ശുശ്രൂഷകളിലൂടെയും തിരുസഭയുടെ വ്യത്യസ്തമായ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകളിലൂടെയും എല്ലാം യേശുവിനെ അറിയാനും ഈശോയോട് അടുക്കുവാനും ദൈവവചനത്തോട് താല്പര്യവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചതിന്, അനുഭവിക്കാൻ സാധിച്ചതിന് ദൈവമായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ആരാധിച്ച് സകല തിന്മകളിലും വിടുതൽ ലഭിക്കുവാൻ, എല്ലാ പാപക്കറകളും കടങ്ങളുടെയും തടവറയിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ
ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.